ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചൊരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മളോടൊപ്പമുള്ളത് ഏവർക്കും സുപരിചിതനായ ആൻഡേഴ്സൺ ചേട്ടനാണ്. ചേട്ടനോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയ ഗായകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡേഴ്സൺ ചേട്ടാ, വിശുദ്ധ കുർബാനയിലും മറ്റു തിരുക്കർമ്മങ്ങളിലൊക്കെ ആലപിക്കുന്ന ഒരുപാട് നിരവധി ഗാനങ്ങൾ നമ്മൾ പഠിച്ചു പോരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ എൻട്രൻസ് സോങ് ആയിട്ടും കാഴ്ചവെപ്പിനും ഒക്കെ പാടാൻ പറ്റുന്ന ഏറ്റവും യോജിച്ചൊരു പാട്ട് തന്നെയാണ് പഠിച്ചത്. നമ്മുടെ അനീറ്റയാണ് ആ പാട്ട് ലീഡ് ചെയ്ത് പാടിയത്. അനീറ്റ അത് മനോഹരമായിട്ട് പാടി. അതെ, വളരെ മനോഹരമായിട്ട് പാടി. കൂടെ എല്ലാവരും ചേർന്ന് മനോഹരമാക്കി. അതെ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരും ഇത് വളരെ ആകാംക്ഷയോടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പം അനീറ്റ, എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം പ്രോഗ്രാം കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുകയും വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അതിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള മറ്റൊരു കാര്യം ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ടി വി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഷാലോം ടി വിയിലാണ്. ഞാനന്ന് 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഇവിടെ സ്വർഗീയ സംഗീതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രോഗ്രാമിൽ ഷാലോമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയതിന് ദൈവത്തിനും ആൻഡേഴ്സൺ ചേട്ടനും ഷാലോം ടി വിക്കും ഒത്തിരി നന്ദി പറയുന്നു. അതെ, ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ അനീറ്റയ്ക്ക് മാത്രമല്ല നമ്മുടെ മറ്റ് ഗായകർക്കുമൊക്കെ ഇതുപോലുള്ള നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണല്ലേ? അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ആൻഡേഴ്സൺ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്? സാധാരണ നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും കൂടുതലായിട്ട് വന്നത് ദിവ്യകാരുണ്യ ഗീതങ്ങളോ അല്ലെങ്കിൽ കാഴ്ചവെപ്പിൻ്റെ ഗാനങ്ങളോ ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മളൊരു കൺവെൻഷൻ മൂഡിലുള്ള ഒരു അടിപൊളി പാട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവരെ പഠിപ്പിക്കുവാനും പ്രേക്ഷകരെ പഠിപ്പിക്കുവാനും നമ്മൾ ഒരുങ്ങുന്നത്. ഞാൻ ആ പാട്ടിന് ആദ്യം ഒന്ന് പാടാം. നിങ്ങൾ ആ ലൈൻസ് നോക്കി ക്ലിയർ ചെയ്യുക. പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി, ജെറുസലേമിൽ ഉയർന്നു കേട്ട വചനം പങ്കിടാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം നമുക്കൊന്നായി, ഗലീലയായിൽ കതിരണിഞ്ഞ സ്നേഹം നുകർന്നിടാം. ഇതാണ് എൻ്റെ പല്ലവി. അതിനോടൊപ്പം ചേർന്ന് ഒന്നു ചേർന്നു നമുക്കൊന്നായി പാടാം, സ്നേഹത്തിൻ്റെ കീർത്തനങ്ങൾ പാടാം, സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. അങ്ങനെ ഒരു കോറസ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പാടിയാലോ? ഞാൻ ആദ്യം ആ ലൈനൊന്ന് പാടാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി, ഫുള്ളായിട്ടൊന്ന് പഠിക്കുന്നത്. പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി, ജെറുസലേമിൽ ഉയർന്നു കേട്ട വചനം പങ്കിടാം. ജെറുസലേമിൽ ഉയർന്നു കേട്ട വചനം പങ്കിടാം. ഇനി അതേ ട്യൂൺ തന്നെയാണ് അടുത്ത രണ്ട് ലൈനുകളും. നമുക്ക് അങ്ങനെ ഒന്ന് പാടി നോക്കാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം നമുക്കൊന്നായി, ഗലീലയായിൽ കതിരണിഞ്ഞ സ്നേഹം നുകർന്നിടാം. പാടാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം നമുക്കൊന്നായി. പാടാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം
കതിരണിഞ്ഞ് സ്നേഹം നുകർന്നിടാ. ഗലീലയായിൽ കതിരണിഞ്ഞ് സ്നേഹം നുകർന്നിടാം. ഒന്നുകൂടെ നാലേന്ന് പാടി നോക്കിയാലോ? 1 2 3 4. പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി. ജെറുസലേമിൽ ഉയർന്നു കേട്ട് വചനം പങ്കിടാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം നമുക്കൊന്നായി. ഗലീലയായിൽ കതിരണിഞ്ഞ് സ്നേഹം നുകർന്നിടാം. അത്ര ഏകദേശമായില്ല. ഇനി അതിൻ്റെ ആ കോറസ് ഭാഗമുണ്ട്. ഒന്നു ചേർന്നു നമുക്കൊന്നായി പാടാം, സ്നേഹത്തിൻ്റെ കീർത്തനങ്ങൾ പാടാം. അതേറ്റവും തന്നെ സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. പാടാം. ഒന്നു ചേർന്നു നമുക്കൊന്നായി പാടാം, സ്നേഹത്തിന്റെ കീർത്തനങ്ങൾ പാടാം. സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. ആ സ്വർഗരാജ്യം എന്നുള്ള ഭാഗത്ത് സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം എന്നൊരു ഭാഗം റിപ്പീറ്റ് വരുമ്പോഴും പാടുന്നുണ്ട്. അന്ന് പഠിക്കും. സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. ഇത്രയില്ലേ? ചേട്ടാ, നമ്മൾ ഈ പാട്ടിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ മൊത്തം നമ്മളൊരു കൂട്ടായ്മയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനെ പറ്റി, ഒരുമിച്ച് നമ്മൾ അവിടത്തേക്ക് സ്തുതി പാടുന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എല്ലാവരും ഇപ്പം നമ്മളൊരു ചേർച്ച് കൊയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഒരാളാണ് മിക്കപ്പോഴും കൊയർ ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കുടുംബ പ്രാർത്ഥന എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ പല കുടുംബങ്ങളിലും ഇപ്പോൾ ഇല്ലാതായിട്ട് വരുവാണ്. പക്ഷേ ഈ ഒരു പാട്ട് നമുക്കൊരു കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ്, ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ആൻഡ്രസൻ ചേട്ടന് ഇന്നത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇതേ വിഷയം തന്നെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഓരോ എപ്പിസോഡിലും നമ്മളിത് ആവർത്തിക്കുകയാണ്. ഒരു പ്രാവശ്യങ്ങളും കേൾക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടായ്മ നഷ്ടപ്പെട്ടു. എല്ലാവരും സെൽഫിഷായി മാറി അവനവനിലേക്ക് തിരിയുകയാണ്. ഒരു ഫോണും ഞാനും, ഇതാണ് ഇപ്പോഴത്തെ ജീവിത രീതി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഡൈനിങ് ടേബിളിൽ വന്നാൽ തന്നെ പല കുടുംബങ്ങളിലും ഇന്ന് സംസാരമില്ല. എല്ലാവരും മാതാപിതാക്കൾ ഉൾപ്പെടെ ഫോണിൽ നോക്കിക്കൊണ്ടാണ്. ഇപ്പം കൂട്ടായ്മ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ പുറത്തുള്ള സൗഹൃദങ്ങളുണ്ട്, അതുമൊക്കെ ഒരു ആത്മാർത്ഥത എന്തുമാത്രം ഉണ്ടെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നവരെയൊക്കെ ഇന്ന് പല പല വാർത്തകൾ കേൾക്കുന്നത് എന്തെല്ലാം മോശമായ വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആളെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. ഇത് കൂട്ടായ്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ ഒരു ഏകദേശ സാരാംശം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പാട്ടാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞു വന്ന കൂട്ടായ്മ നമ്മൾ ഇനി നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തന്നെ മാതൃകയാകണം. പിന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ മാതൃകയായെങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മ വളർന്നു വരികയുള്ളൂ. അല്ല നമ്മളും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഭക്ഷണം കഴിച്ചാൽ കൂട്ടായ്മ നഷ്ടപ്പെടും, സംസാരമില്ലാതെയാകും, സംസാര ഭാഷ മറന്നുപോകും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മൾ ഒന്നോ അതിലധികമോ ആളുകൾ കൂടി ചേരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് തന്നെ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഒത്തൊരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20 എനിക്ക് തോന്നുന്നു ആ വാക്യം. അതെ, നമ്മൾ പള്ളികളിലൊക്കെ ഒരുമിച്ച് പാടുന്ന സമയത്ത് ഇപ്പം അനീറ്റ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് പാടാതെ നമ്മളെല്ലാവരും നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒത്തൊരുമയുടെ പ്രാധാന്യം എന്താണെന്ന്. ഏത് പാട്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ച് പാടുക. അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ഈ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം ചേർന്ന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകളെല്ലാം സോളോ ആയിട്ട് പാടിയ പാട്ടുകളാണെങ്കിലും ഇവിടെ ഇത് ഗ്രൂപ്പായിട്ട് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അത് ആ കൂട്ടായ്മയിൽ വളർന്ന് ഇത് ഗായകസംഘങ്ങൾക്കൊരു
മാതൃകയാകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഒന്നിച്ച് ഒത്തൊരുമയോടെ കൂട്ടായ്മയായിട്ട് മുൻപോട്ട് പോകുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി പഠിച്ചാൽ. തീർച്ചയായും. ലിറിക്സ് നോക്കുക. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു, ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു, വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീതിയിൽ യാത്ര പോകാം. ഇതാണ് അതിന്റെ ചരണത്തിന്റെ ടൂ. ഒന്നുകൂടെ ഞാൻ പഠിത്തരാം. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. പഠിക്കും. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. അങ്ങനെ ഒരു സംഭവം ബൈബിളിലുള്ളതായിട്ട് അറിയാവോ? അറിയാവോ? അത് മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യത്തിലാണ് ആ കുരുടനെ സൗഖ്യപ്പെടുത്തുന്ന കാഴ്ച കൊടുക്കുന്ന ഭാഗമുള്ളത്. ആ ലൈനാണ് എഴുതുന്നത്. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. പടാം. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു, ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു, ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു. ഇനി രണ്ടിലും ചേർത്ത് പാടാം. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു, വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീതിയിൽ യാത്ര പോകാം. വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീതിയിൽ യാത്ര പോകാം. ആ നാലും ഒരുമിച്ച് പാടാം. 1, 2, 3, 4. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു, ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു. ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. കുരുടനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു, ആലംബഹീനർക്കു സ്നേഹവായ്പിനാൽ സാന്ത്വനവുമേകി യേശു, വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീതിയിൽ യാത്ര പോകാം. വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീതിയിൽ യാത്ര പോകാം. ക്ലിയർ ആയില്ലേ ഇവിടെ? ചേട്ടാ, അവസാനത്തെ വരിയിൽ വചനം ശ്രവിച്ച് നമ്മുടെ മനസ്സൊക്കെ ഒരുക്കി സ്നേഹത്തിൻ്റെ വഴിയിലൂടെ ഒരു യാത്ര പോകാന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് യുവജനങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അവരുടെ ജീവിത തിരക്കുകൾ കൊണ്ടൊക്കെ ആവാം ഈ വചനം ശ്രവിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ വചനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനൊന്നും പറ്റാതെ പോകുന്നൊരു സമയമാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ ആളുകൾക്ക് ഈ വചനം ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? വചനം ഏറ്റവും കൂടുതൽ വചനം ശ്രവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം, അല്ലേ? എൻ്റെ ഒരു ഇതിൽ കരിസ്മാറ്റിക് ഒക്കെ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും തോന്നുന്നില്ല, അല്ലേ? ധ്യാനകേന്ദ്രങ്ങൾ, എത്ര ധ്യാനകേന്ദ്രങ്ങളാണ് ഇവിടെ ഉള്ളത്? എത്രയോ പേർ എത്രയോ പ്രാവശ്യം എത്രയോ തവണ ധ്യാനം കൂടിയിട്ടുണ്ട്, അല്ലേ? 5, 6, 25 ഒക്കെ ധ്യാനം കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാ വർഷവും ധ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രസക്തി കുറഞ്ഞു വരുന്നില്ല എന്നൊരു സംശയമുണ്ട്. യുവജനങ്ങളിലേക്കുമൊക്കെ അത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ധ്യാനകേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആൾ കുറവാണ്. കാരണം അപ്പോൾ വളർന്നു വരുന്ന തലമുറ അവിടേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഇതൊക്കെ നമ്മൾ ഈ വേദപാഠം 10ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ +2 വരെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് വേദപാഠത്തിന് പോകുന്നത്. അത് തുടർന്ന് അതിനുള്ള മാർഗങ്ങൾ കാണുന്നില്ല. അവർക്ക് വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെയാണ് അത് പഠിപ്പിക്കേണ്ടത്. വചനം എന്താണെന്ന്, ഈ വചനത്തിൻ്റെ ശക്തിയും ആഴവും അതിലൂടെയുള്ള സ്നേഹത്തിൻ്റെ പരപ്പുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് ഇത് പകർന്നു കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അപ്പം നമുക്കും പ്രാർത്ഥിക്കാമല്ലോ. അതായത് ഇപ്പം പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഏറെയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പം എല്ലാവരും തന്നെ വചനം മുറുകെ പിടിച്ച് വിശ്വാസമുള്ളവരായി പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ശക്തിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം യുവജനം നമുക്ക് കാണാം. എല്ലാ ദിവസവും നമ്മുടെ വാർത്തകളിൽ കാണുന്നത് എല്ലാ യുവജനങ്ങളുമായിട്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളാരും കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണെന്ന് വരുന്നത്. അപ്പം ഇവിടെയൊക്കെ ഈ വചനത്തിന് വളരെ ശക്തിയുണ്ട്. നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഇനിയും യുവജനങ്ങളെ കൊണ്ട് നിറയേണ്ട കാലഘട്ടമാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ ഒരുപാട് ആകർഷിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇവിടെയും നമ്മുടെ ശാലോമിലും ഒരു വിഭാഗം ആളുകൾ, ലോകം മുഴുവനിലെ ആളുകൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു രംഗം ഞാൻ കാണുകയുണ്ട്. അപ്പോൾ അവരെ പോലെ തന്നെ നമുക്കും ആകാം. നമുക്കും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒരുമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും വചനം ശ്രവിക്കാൻ മനമൊരുക്കാം. അതെ, സ്നേഹത്തിന്റെ വീതിയിലൂടെ യാത്ര പോകാം. ചെയ്യാം. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? ഒന്ന് പാടി നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. 1 2 3 4. ഉരുളനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. ആലംബഹീനർക്കു സ്നേഹവായ്പിന സാന്ത്വനവുമേകി യേശു. ഉരുളനു തന്റെ സ്പർശനത്താലെന്നു കാഴ്ച നൽകി യേശു. ആലംബഹീനർക്കു സ്നേഹവായ്പിന സാന്ത്വനവുമേകി യേശു. വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീഥിയിൽ യാത്ര പോകാം. വചനം ശ്രവിക്കാൻ മനമൊരുക്കാം, സ്നേഹത്തിന്റെ വീഥിയിൽ യാത്ര പോകാം. ഒന്നു ചേർന്നു നമുക്കൊന്നായി പാടാം, സ്നേഹത്തിന്റെ കീർത്തനങ്ങൾ പാടാം. സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്നീ മണ്ണിൽ തന്നെ പണിയാം. പാടാം. പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി. അത്രയും ക്ലിയർ ആയില്ലേ? ഇതാണ്. ഇനി ഒരു സ്റ്റാൻസ് കൂടിയുണ്ട്, അത് പഠിച്ചാലും ഒന്ന് ജസ്റ്റ് അതേ പ്രഷർ തന്നെയാണ്, ഒന്ന് നോക്കാം. ജെറുസലേമിലെ രാജവീഥികൾ സ്നേഹസാന്ദ്രമായി, ജീവനേകിയും സൗഖ്യമേകിയും നീ കടന്നു പോയി. പാടാം. ജെറുസലേമിലെ രാജവീഥികൾ സ്നേഹസാന്ദ്രമായി, ജീവനേകിയും സൗഖ്യമേകിയും നീ കടന്നു പോയി. ജെറുസലേമിലെ രാജവീഥികൾ സ്നേഹസാന്ദ്രമായി, ആത്മാവിൽ ആഴമായി വിശ്വസിക്കാം, അധരങ്ങൾ കൊണ്ടവയേറ്റു ചൊല്ലാം. ആത്മാവിൽ ആഴമായി വിശ്വസിക്കാം, അധരങ്ങൾ കൊണ്ടവയേറ്റു ചൊല്ലാം. ഇനി വേണ്ടത് പാടാം നാം ഒന്നായി, ആർത്തു പാടാം നാം ഒന്നായി. ജെറുസലേമിൽ ഉയർന്നു കേട്ട വചനം പങ്കിടാം. ചേരാം നമുക്കൊന്നായി, അണിചേരാം നമുക്കൊന്നായി. ഗലീലയായിൽ കതിരണിഞ്ഞ സ്നേഹം നുകർന്നിടാം, ഒന്നു
ചേർന്നു നമുക്കൊന്നായി പാടാം, സ്നേഹത്തിന്റെ കീർത്തനങ്ങൾ പാടാം. സ്വർഗരാജ്യം നമുക്കൊന്നായി പണിയാം, ഒന്നു ചേർന്ന് ഈ മണ്ണിൽ തന്നെ പണിയാം. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്, നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് സ്ലോയിൽ പാടിയത്. നമ്മളിപ്പോഴും പഠിക്കുന്നതിലും ഇച്ചിരി കൂടെ എനിക്കൊന്ന് ഫാസ്റ്റ് എന്നുള്ളപരി വളരെ സന്തോഷവും ഊർജ്ജതയോടുകൂടെ പാടാൻ പറ്റിയ ഒരു പാട്ടാണല്ലേ ഇത്. ഇതൊരു കൺവെൻഷൻ മൂഡാണ്, അതെ, അതൊക്കെ പാടാൻ പറ്റുന്ന കൺവെൻഷനൊക്കെ പാടുന്ന ഒരു പാട്ടാണ് ഇത്. ഇപ്പോഴും പാടുന്നുണ്ട്. ആൻഡേഴ്സൺ ചേട്ടാ, നമ്മൾ ഈ പാട്ടിലെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ അത്ഭുതങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ എങ്ങനെ ഉറച്ച് ജീവിക്കാമെന്ന് ഉദ്ഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു വരികൾ തന്നെയാണല്ലോ നമുക്ക് ഈ പാട്ടിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ പാട്ടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇതൊരു മോറിയ എന്ന് പറയുന്ന ഒരു ആൽബത്തിലാണ് ഈ പാട്ട് വന്നത്. അതിലൊരു 12 പാട്ട് ഉണ്ട്. 12 ഞാനാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പാട്ടുകൾ നമ്മൾ ഇതിനു മുമ്പ് പാടിയിരുന്നു, ചില ദിവ്യകാരുണ്യ ഗീതങ്ങളൊക്കെ പാടിയിരുന്നു. ഈ പാട്ട് ഞാൻ 2 പാട്ട് വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ബസ്സിന് പാലാ മരിയ സദനം എന്ന് പറയുന്ന ഒരു മാനസിക രോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്തത്. ഒരെണ്ണം ഞാനത് കോട്ടയം വരെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പാട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ ഉണ്ടാക്കി വെച്ചു, ട്യൂൺ മാത്രം. അതിനുശേഷം കോട്ടയത്ത് നിന്ന് ഞാൻ പാലാ വരെ ചെല്ലുമ്പോഴേക്കും ഉണ്ടാക്കിയൊരു പാട്ടാണ്. ഇതൊരു മനസ്സിൽ കിടന്നു. ഇത് അവിടെ ചെന്നു. ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 11 മണിയോടെയാണ് ഈ പീറ്റർ കെ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. അദ്ദേഹത്തിന് നമ്മളോടൊപ്പം ഇതുപോലെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളി നടക്കുക, പെടലിക്കൊരു ചെറിയ അസ്വസ്ഥയുള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഈ ട്യൂണിങ്ങനെ മൂളും, പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഈ കറക്റ്റ് ഈ മെഷറിൽ അപ്പൊ പുള്ളി എഴുതും പാടാം നാമൊന്നാ. ഞാൻ പിന്നെയും ഇതിങ്ങനെ പാർത്തു പാടാം ഇങ്ങനെ വരികൾ എഴുതും, ഇട്ടിങ്ങിട്ട് കൂട്ടത്തരും. അപ്പം ഞാൻ പാടി നോക്കുമ്പോൾ എല്ലാം കൃത്യം. അങ്ങനെ വന്ന പാട്ടാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ബൈബിളിൻ്റെ ഒരു സാരാംശം ഇതിലുണ്ട്. യേശുവിൻ്റെ ആ ജെറുസലേമിലൂടെ നടന്നു പോയതും ഗലീലിയയിലൂടെ നടന്നു എല്ലാം ചെയ്തതെല്ലാം സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തത്. സ്നേഹത്തെക്കുറിച്ച് മാത്രമേ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ, അല്ലേ? ഒരുപാട് രോഗസൗഖ്യങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗാനമാണ്. അങ്ങനെയാണ് ഈ പാട്ട് രൂപപ്പെടുന്നത്. അതെ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഇനിയും കാത്തിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ ഒരു ആകാംക്ഷയൊരു നിമിഷമാണ്. നമുക്ക് ഇന്ന് വളരെ സ്നേഹത്തോടും അതുപോലെ തന്നെ ഇച്ചിരി ഭയങ്കര ഫാസ്റ്റായിട്ടും ഒക്കെ പാടാനായിട്ട് പറ്റുന്ന ഒരു പാട്ടല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തോടും ഒത്തൊരുമയോടും കൂടെ ഒരുമിച്ച് ഈ പാട്ട് പാടിയാലോ? അതെ, നമുക്കിത് ഒരുമിച്ച് പാടാം എല്ലാവർക്കും ചേർന്ന്. നിങ്ങൾ ഫീമെയിലിൻ്റെ ഒരു കരുത്ത് തെളിയിക്കാൻ പോകുന്നൊരു അവസരമാണ് അല്ലേ. പാടാം അപ്പോൾ. ഓക്കെ.
മനോഹരമായ ഒരു പാട്ടല്ല ആൻഡേഴ്സൺ ചേട്ടാ, എനിക്ക് തോന്നുന്നു. കാരണം അതെ, ഒരു കൺവെൻഷൻ മൂഡ് കൺവെൻഷൻ, അതെ, നമ്മൾ ധ്യാനത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ ഇത് പാടുന്ന പ്രേക്ഷകരും ഒപ്പം നമ്മുടെ പാട്ടുകാർ എന്ത് മനോഹരമായിട്ടാണ് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അത്രയും ആവശ്യത്തോടെയാണ് അവർ ആ പാട്ട് പാടിയത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും നമ്മളോടൊപ്പം പാടിയിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. അതെ, വളരെ നന്നായിട്ട് പാടിയിട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു പാട്ട് ഇവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ മനോഹരമായിട്ട് പാടുകയും ചെയ്ത ഗായകർക്കും ആൻഡേഴ്സൺ ചേട്ടനും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ചേട്ടാ, ഈ ഗാനത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകത തോന്നിയോണ്ട് പറയാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എല്ലാം ഓരോ സോളോ സോങ് ആണല്ലോ നമ്മൾ പാടുന്നത്, അതിൻ്റെ കോറസ് ആയിട്ടാണ് സാധാരണ പാടാറുള്ളത്. പക്ഷേ ഇതൊരു നിയോഗം പോലെ, അതിൻ്റെ വരികൾ പോലെ എല്ലാവരും ഒരുമിച്ചാണ് ഈ പാട്ട് പാടിയത്. അത് തന്നെയാണ് ഈ പാട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെ, അതൊരു ചേർന്ന് പാടാന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പാടിയാലും ശരി. അതെ, അതൊരു അതാണ് നിയോഗം നേരത്തെ പോലെ പറഞ്ഞ തന്നെ. അത് തന്നെയാണ് ആ പറഞ്ഞ കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിൽ ഇത് വരുമ്പോഴാണ് ഈ പാട്ടിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അതെ, ഒന്ന് ചേർന്ന് നമ്മൾ പാടുമ്പോൾ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പാടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമല്ലേ, അത് വളരെ വലുതാണ്. അപ്പം അതുപോലെ എല്ലാ പള്ളികളിലായിക്കോട്ടെ, അതുപോലെ നമ്മൾ പാടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തിനെ സ്തുതിക്കാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ളൊരു ഗാനവുമായി വീണ്ടും കാണുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ രൂപിയിലായിരിക്കാം.